കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവി പാർട്ടി കൊണ്ടുപിടിച്ച് നടക്കവേ പാർട്ടിക്കും സർക്കാരിനും തെറ്റുപറ്റിയെന്ന് പരസ്യമായി വിമർശിക്കുന്ന നേതാക്കളെ പാർശ്വവൽക്കരിക്കാനും ശ്രമം നടക്കുന്നു. പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സോഷ്യൽ മീഡിയയിലും പുറത്തും പറയുന്ന നേതാക്കളെയാണ് പൊതുപരിപാടികളിൽ നിന്നും CPM ഒഴിവാക്കുന്നത്. കണ്ണൂരിലെ പാർട്ടി അണികൾക്ക് ഏറെ സ്വീകാര്യനായ P. ജയരാജന്റെ സാന്നിധ്യം കണ്ണൂർ ജില്ലയിൽ ഏറെക്കാലമായി പാർട്ടി പരിപാടികളിൽ കുറവാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാനൂരിൽ നടന്ന PK കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിൽ പാർട്ടിക്കേറ്റ പരാജയം ആഴത്തിൽ പഠിക്കണമെന്ന P. ജയരാജന്റെ വിമർശനം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു. BJP പാർട്ടി ഗ്രാമങ്ങളിൽ വോട്ട് വർദ്ധിപ്പിച്ചത് ഗൗരവത്തോടെ കാണണമെന്നും പാർട്ടി പ്രവർത്തകർ പ്രവർത്തിക്കണമെന്ന് തന്റെ ഫേസ്ബുക്ക് പേജിലും ജയരാജൻ പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷമാണ് തോൽവിയുടെ യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിമാറ്റുന്നതിനായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പാർട്ടി അനുകൂല നവമാധ്യമ കൂട്ടായ്മ പോരാളി ഷാജിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. എന്നാൽ ഇതിനുശേഷം പോരാളി ഷാജി, ചെങ്കതിർ, ചെങ്കോട്ട, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഒരു കാലത്ത് പാർട്ടിക്കായി ആശയപ്രചരണം നടത്തിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ കോർണർ ചെയ്തുണ്ടായ വിവാദങ്ങളിൽ P. ജയരാജൻ മൗനം പാലിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രബലരായിരുന്ന ആകാശ് തില്ലങ്കേരിയെയും അർജുൻ ആയങ്കയെയും പാർട്ടി വളർത്തിയത് അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ജയരാജനാണെന്ന് ആരോപണമുയർന്നിരുന്നു. വ്യക്തിപൂജയുടെ പേരിൽ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതിരുന്ന P. ജയരാജന് ഗത്യന്തരമില്ലാതെ തന്നെ അനുകൂലിച്ചിരുന്ന PJ ആർമിയെയും പാർട്ടി നിർദ്ദേശപ്രകാരം തള്ളിപ്പറയേണ്ടി വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ണൂരിലെ പാർട്ടിയിൽ ഉൾപ്പെടെ ശക്തമായ നേതൃത്വം വരണമെന്ന അഭിപ്രായം CPM പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് P. ജയരാജൻ നേതൃത്വത്തിലേക്ക് വരാനുള്ള അണിയറ നീക്കങ്ങൾ ഔദ്യോഗിക നേതൃത്വം തിരിച്ചറിയുന്നത്. ഇതിന്റെ ഭാഗമായാണ് കണ്ണൂർ തെക്കി ബസാറിൽ K. നാണു രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന P. ജയരാജനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയതെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പാർട്ടിക്കേറ്റ തിരിച്ചടി ശാശ്വതമല്ലെന്ന് ചരിത്രപരമായ വസ്തുതകൾ നിരത്തി സമർത്ഥിക്കാനാണ് MV ജയരാജൻ നാണു അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രമിച്ചത്. ഇതുകൂടാതെ സുരേഷ് ഗോപി നായനാരുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ ആട്ടിപ്പുറത്താക്കാത്തത് പാർട്ടിയുടെ മാന്യതയാണെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. എന്നാൽ പോരാളി ഷാജി വിഷയത്തിൽ പാർട്ടി അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് വിവാദങ്ങൾ ഒഴിവാക്കാൻ പാർട്ടി ഔദ്യോഗിക നേതാക്കൾ മാത്രം പൊതുപരിപാടികൾ പ്രസംഗിച്ചാൽ മതിയെന്ന രഹസ്യ തീരുമാനത്തിലെത്തിയതെന്ന വാദവും ഉയരുന്നുണ്ട്.